അൻത ഗോയിസ് നെഫർ എന്ന് പറഞ്ഞാ മതി. അതിന്റെ അർത്ഥം എന്താ? നിങ്ങള് നല്ല മനുഷ്യനാണ്. ശരി. പിന്നെ രണ്ടാമത് പറയണ്ട് അൻത കൽബും കബീർ. അതായത് നിങ്ങളൊരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ശരി. അല്ലെങ്കിൽ നിങ്ങളൊരു ഉദാര മനസ്കനാണ് എന്നൊക്കെ മലയാളത്തിൽ അർത്ഥം വരും. അപ്പൊ അതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് സുഹൃത്തുക്കള് പിന്നെ ഒരു വെള്ളിയാഴ്ച ദിവസം പറഞ്ഞയച്ചു. അപ്പൊ നേരെ ചെന്ന് അറബിന്റെ സിറ്റ് ഔട്ടിൽ ചെന്ന് അറബിന്റെ മണിമല് കോളിംബല്ലേ ബെല്ലടിച്ച് ബെല്ലടി കേട്ട ഉടനെ അറബി ഒരു ഡോറ് തുറന്നപാട് മോമാലി അസ്സലാമു അലൈക്കും. വലൈക്കും സലാം മുഹമ്മദ് അവന്റെ തന്തനെ പറഞ്ഞല്ല കേറി ഇരിക്കുന്നു. അതിലെ മോമാലി വില കേറി ഇരുന്ന് അതിൽ അറബി വെച്ചു അതിലെ മോമാലി പറഞ്ഞ അൽഹംദുലില്ലാഹ്. അങ്ങനെ അറബി വേഗം അസീറൊക്കെ വരുത്തി അങ്ങനെ അസീറൊക്കെ കൊടുത്ത് ഇങ്ങനെ അത് കുടിച്ച് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കഴിഞ്ഞപ്പോ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്താരി ഓമാലി പറഞ്ഞു അൻത കോയിസ് നെപ്പർന്നോ. ഇത് കേട്ടാട് ഉടനെ തന്നെ കാരണം എന്താ? അറബിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ഒരു മനുഷ്യങ്ങള് നല്ല മനുഷ്യനാണെന്ന് പറയുന്ന അയാള് ജീവിതത്തിൽ കേട്ടിട്ടില്ല. അത്രക്കും പടക്കാണ്. ഉടനെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ വാചകം മോമാലി പറഞ്ഞു അതിലൊരു ലേസം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നുപോയി. രണ്ടാമോ മോമാലി എങ്ങനെയാ പറഞ്ഞു? അൻത കെൽബും കബീർ. എന്താ അർത്ഥം? ഇജ് വലിയൊരു നായിയാണ്. ഉടനെ അറബിക്ക് ഇങ്ങോട്ട് ചൂടായില്ലേ? അറബി ഇങ്ങോട്ട് നീച്ചോടുന്ന് അറബി ഇങ്ങോട്ട് നീച്ചിട്ട് 4 ആട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഇവനോട് വേറൊരു ദേഷ്യം അറബിക്കുണ്ട്. ഇവന്റെ മസറിയിലെ പണിക്കാരനാണ്. അപ്പൊ ഈ അറബി അറിയാത്തോണ്ട് ഇവന്റെ അടുത്ത് പല അബദ്ധങ്ങളും വരലുണ്ട്. അതുകൊണ്ട് ഒരു ദേഷ്യം അറബിക്ക് ഇവനോടുണ്ട്. ഇതിലെന്തായാലും അറബി ഇങ്ങോട്ട് എണീറ്റിട്ട് ഭാഷ പറഞ്ഞാലും